സ്കൂളേഴ്സ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നസീർ ഖാൻ സാറാണ്. നസീർ ഖാൻ സാർ അദ്ദേഹത്തിന്റെ 63ാമത്തെ വയസ്സിൽ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത്, അതും റിട്ടയർമെന്റിന് ശേഷം മണി ടെക് മീഡിയ എന്നുള്ള ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ഇന്ന് സക്സസ്ഫുൾ ആയിട്ട് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പല ആളുകളും നമ്മളുടെ വെൽത്ത് സ്കൂളിലൊക്കെ ഉള്ള ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിലും മറ്റുമൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ സ്വന്തമായിട്ട് വീഡിയോ ചെയ്യാനും ഒക്കെ പറയുന്ന സമയത്ത് എനിക്ക് 30 വയസ്സായി, എനിക്ക് 40 വയസ്സായി, എനിക്ക് 50 വയസ്സായി, ഇതൊക്കെ പയ്യന്മാര് ചെയ്യുന്ന ഒരു കാര്യമല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. പക്ഷെ നസീർ ഖാൻ സാറിന്റെ 63ാമത്തെ വയസ്സിലാണ്, റിട്ടയർമെന്റിന് ശേഷമാണ് മണി ടെക് മീഡിയ എന്നുള്ള സ്വന്തമായിട്ടുള്ള ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ഇന്ന് അതിൽ 5 ലക്ഷത്തിലധികം പ്രേക്ഷകരെ കൊണ്ട്, 5 ലക്ഷത്തിലധികം ഫോളോവേഴ്സിനെ കൊണ്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും തന്നെ യൂത്ത് ആയിട്ടുള്ള ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും തന്നെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ് ശരിക്കും സാറ് എന്നുള്ളത്. സോ നമുക്ക് സാറിന്റെ അടുത്ത് തന്നെ ചോദിച്ചറിയാം എങ്ങനെയാണ് സാറിന്റെ ഈ ഒരു ജേണിയും കാര്യങ്ങളും ഒക്കെ. ആദ്യം തന്നെ സാറ് നമ്മളുടെ കൂടെ ഈ ഒരു പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട്, ഈ ഒരു അഭിമുഖത്തിന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രം മുതൽ പാലക്കാട് വരെ ട്രാവൽ ചെയ്താണ് വന്നിരിക്കുന്നത്. സോ നോർമലി ഈ ഒരു പ്രായത്തിൽ നമ്മൾ മറ്റൊരാളെ കൊണ്ട് ഇത് പറയുന്ന സമയത്ത് അത് എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ സാറിന്റെ ഈ ഒരു പ്രായത്തിലുള്ള ഈ ഒരു ചുറുചുറുക്ക് എന്നുള്ള കാര്യത്തെ ഡെഫിനറ്റ്ലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സോ ആദ്യം തന്നെ സാറെ വെൽക്കം ചെയ്യുന്നു. താങ്ക് യു സർ. താങ്ക് യു. സാറിന്റെ അടുത്ത് ചോദിക്കണം എന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് സാർ. സാറ് എങ്ങനെയാണ് സാറിന്റെ ഈ ഒരു ജേണി, എങ്ങനെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ സാറ് ബിൽഡ് ചെയ്തത്, അതെങ്ങനെയാണ് പിന്നീട് സാർ ഒരു ബിസിനസ് ആക്കി മാറ്റിയത്, ഇത് ബിൽഡ് ചെയ്യാനുള്ള സാഹചര്യം എന്താണ് സാർ, അതൊന്ന് വ്യക്തമാക്കി പറയാമോ? വ്യക്തമാക്കാം. കാരണം ഞാൻ സർക്കാർ സർവീസിലായിരുന്നു, ജില്ലാ ലേബർ ഓഫീസറായിരുന്നു. ജില്ലാ ലേബർ ഓഫീസറായിട്ട് റിട്ടയർഡ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഓഫറുകൾ വന്നു. പല കമ്പനികളും പല സ്ഥാപനങ്ങളും അവിടുത്തെ ലേബർ കൺസൾട്ടൻ്റായിട്ട് ജോലി നോക്കാൻ. പക്ഷെ ഞാൻ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കാരണം സർക്കാർ സർവീസിൽ അത്രയും വർഷങ്ങൾ ഒരു ജോലി ചെയ്തു, ഇനിയെങ്കിലും കുറച്ചുകൂടെ സ്വാതന്ത്ര്യമായിട്ട് ലൈഫ് കൊണ്ടുപോകണം. അങ്ങനെ വെച്ചിട്ട് ഞാൻ 1-2 ബിസിനസ്സുകളൊക്കെ ചെയ്തു. ഒന്ന് ഷെയർ ട്രേഡിങ് ചെയ്ത് നോക്കി, പക്ഷെ അതിലൊക്കെ പരാജയപ്പെട്ടു. അപ്പോൾ അങ്ങനെ പരാജയപ്പെട്ടിരുന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് ബൈപ്പാസ് ചെയ്ത് വളരെ സീരിയസ് ആയിട്ട് അതിൻ്റെ കാലൊക്കെ പഴുത്തു. കാലിൽ നിന്നാണ് ഞരമ്പെടുത്തിട്ടാണ് എൻ്റെ നെഞ്ചിലേക്ക് ബൈപ്പാസ് ചെയ്ത് കയറ്റിയത്. അപ്പോൾ അത് വളരെ സീരിയസ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കിഡ്നി ഫെയിലായി. അപ്പോൾ അങ്ങനെ ആശുപത്രിയിൽ 54 ദിവസം ഐസിയുലായിരുന്നു. അപ്പോൾ ഐസിയുലുള്ളപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊന്നും മൊബൈലൊന്നും ഉപയോഗിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്നത് കൊണ്ട് ആൾക്കാർ, ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ പറഞ്ഞു പുസ്തകം വായിക്കാൻ. അങ്ങനെ ഏതാനും ദിവസം പുസ്തകം വായിച്ചു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മൊബൈലിലൊക്കെ കണ്ടോളാൻ പറഞ്ഞു അവർ പിന്നീട്. കാരണം പുസ്തകം മാത്രം വായിച്ചുകൊണ്ടിരിക്കാതെ സോഷ്യൽ മീഡിയ കാണാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ അന്ന് വരെ ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒരാളായിരുന്നു. ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കാത്ത ആളായിരുന്നു. സർവീസിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അറിയില്ലായിരുന്നു. കാരണം എൻ്റെ ഓഫീസിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്ത് എൻ്റെ മുമ്പിലേക്ക് ഫയൽ വരും. അപ്പോൾ എനിക്കത് ഒപ്പിട്ടാൽ മാത്രം മതി. അതുകൊണ്ട് കാര്യമായി കമ്പ്യൂട്ടറും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ യൂട്യൂബേ കാണാറില്ലായിരുന്നു. യൂട്യൂബ് കാണാത്ത കാര്യം എന്ന് പറയാൻ എൻ്റെ തലമുറയിലുള്ള ആൾക്കാരുടെ ഒരു വിശ്വാസമുണ്ട്. അതായത് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് കാണാൻ പറ്റുന്നതല്ല, അതൊക്കെ വേറെ പിന്നെ വളരെ മോശമായ പല കണ്ടൻ്റാണ് എന്നൊക്കെയുള്ള ധാരണയാണ് എൻ്റെ തലമുറയ്ക്കുണ്ട്. അതുകൊണ്ട് ഞാൻ യൂട്യൂബും കാണത്തില്ലായിരുന്നു. പിന്നെ വാട്സാപ്പും ഇല്ല. ആകെ ഉള്ളത് ഒരു എന്താണ് മൊബൈലുണ്ട്. മൊബൈലിനകത്ത് സാറിന് ഫോൺ വിളിക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഈ ആശുപത്രിയിൽ വയ്യാതെ മൂക്കിക്കൂടെ ഇതൊക്കെ ഇട്ട് അങ്ങനെ അവശനായി കിടക്കുന്ന അവസരത്തിൽ ഐസിയുവിൽ കിടക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് കാണുന്നത്. അപ്പോൾ ഞാൻ ആദ്യം യൂട്യൂബ് വളരെ ഭയത്തോടു കൂടിയാണ് ഇത് കാണുന്നത്. അപ്പം ഇത് കുഴപ്പമില്ല, ഒരുപാട് കഥകൾ, പാട്ടുകൾ, പിന്നെ സിനിമകൾ അങ്ങനെയൊക്കെ കണ്ടു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ അതിനകത്ത് ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ ഉള്ളത് കണ്ടത്, ഇംഗ്ലീഷിലുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാമല്ലോ പരിപാടി. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ 54 വയസ്സ് കഴിഞ്ഞ് 54 ദിവസം ഐസിയുവിൽ കിടന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു. അപ്പോഴും എനിക്ക് സീരിയസ് ആയിരുന്നു. വീട്ടിലൊക്കെ ഒരു സെർവൻ്റൊക്കെ നമുക്കുണ്ടായിരുന്നു. എത്രാമത്തെ വയസ്സിലാണ് ഇത്? 54ാമത്തെ വയസ്സ്? അല്ലല്ല, ഞാൻ സർവീസ് റിട്ടയർഡ് ആയ ശേഷമാണ്. ഒരു 58ാമത്തെ വയസ്സിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 58ാമത്തെ. അപ്പോൾ ഞാൻ അങ്ങനെ വളരെ അവശനായിട്ട് വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എനിക്കൊരു യൂട്യൂബ് തുടങ്ങിയാൽ എന്താ.
അപ്പം വീട്ടിൽ വരുന്ന കേട്ടവരെല്ലാം ചിരിക്കും. ആദ്യം ചിരിക്കുന്നത് നമ്മുടെ വൈഫായിരിക്കും. അപ്പോൾ അവരൊക്കെ ചിരിക്കും. എടാ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ മഹാസംഭവം എന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയത്തില്ല. ജസ്റ്റ് യൂട്യൂബ് തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റിയത് ഈ ഓപ്പറേഷൻ കിടന്ന സമയത്താണ്. അതിനുമുമ്പ് ഇതൊന്നും കാണില്ലായിരുന്നു. അപ്പോൾ ആൾക്കാർക്കെല്ലാം ഒരു ഇതായിരുന്നു, വളരെ അത്ഭുതമായിരുന്നു. പക്ഷെ ഞാനതിനെ സക്സസ് ആക്കി. യൂട്യൂബ് ഉണ്ടാക്കി, കഥ എഴുതി, സക്സസ് ആക്കി. അതെങ്ങനെയെന്ന് പിന്നെ പറയാം. അത് അതിന് മുമ്പായിട്ട് അക്ഷയ്ക്ക് ഇത് സംബന്ധിച്ച് വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, അതിന്റെ കൂടെ ഇതും പറയാം. ഓക്കെ സാറ് ആ ഒരു സിറ്റുവേഷനിലാണ്, അതായത് ICUല് കിടക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇതുവരെ യൂട്യൂബ് എന്നുള്ളത് ഉപയോഗിക്കാതെ സാർ അന്നാണ് അത് കണ്ടു തുടങ്ങുന്നത്. ഒരു മോശം കാര്യം സംഭവിക്കുന്നതിൽ ഒരു നല്ലതുണ്ട് എന്ന് പറയുന്നത്. ഓ ഓക്കെ. എന്നിട്ട് പിന്നെ എങ്ങനെയായിരുന്നു സാർ? സാർ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്നും വൈഫാണ്. അപ്പൊ അവരെല്ലാം എതിർപ്പായിരുന്നു. കാരണം ഈ എല്ലാവർക്കും ഒരു പ്രയാസം പോലായിരുന്നു, ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്, യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ ടെക്നോളജി വേണം, അപ്പൊ അങ്ങനെ വേണം. അപ്പൊ അതിന് ഞാൻ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചു. ഞാനൊരു ജില്ലാ ലേബർ ഓഫീസറായിട്ടിരുന്നപ്പം എനിക്ക് എൻ്റെ താഴെ ഒരുപാട് സ്റ്റാഫുണ്ട്, പിന്നെ ഓഫീസുകളുണ്ട്. അപ്പോൾ എനിക്കൊരു കോർഡിനേഷൻ്റെ ഒരു കഴിവുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ഒരു ടീം ബിൽഡ് ചെയ്തിട്ട് എഡിറ്റർ, വോയിസ് കൊടുക്കാൻ ഒക്കെ ആൾക്കാരെ ഹയർ ചെയ്തിട്ട് എഴുതുകയാണ് ഞാൻ ചെയ്തത്. ഞാൻ പണ്ട് മുതലേ എഴുതുമായിരുന്നു, വായിക്കുമായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ഹോബി വായനയായിരുന്നു. ചെറുപ്പം മുതലേ ലൈബ്രറിയിൽ നിന്ന് പുസ്തകമൊക്കെ എടുത്ത് വായിക്കുമായിരുന്നു, കഥകൾ എഴുതുമായിരുന്നു. പല കഥകളും അവിടെ ഇവിടെയൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തൊഴിൽ രംഗം പോലെയുള്ള നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാഗസീനിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഞാൻ എഴുതാമെന്ന് വിചാരിച്ചു. ആദ്യം എനിക്ക് അറിയാവുന്നത്, ഞാൻ 30 വർഷത്തിലധികം സർവീസിൽ നോക്കിയിരുന്നത് ലേബറായിരുന്നു. ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് തൊഴിലാളികളുടെ കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മെയ് 1 എൻ്റെ യൂട്യൂബ് തുടങ്ങുന്നത്. മെയ് ദിനത്തെക്കുറിച്ച് തന്നെ, ലോക തൊഴിലാളികളെ കുറിച്ച് തന്നെ എഴുതിക്കളയാന്ന് വിചാരിച്ചിട്ട് മെയ് ദിനത്തിൻ്റെ പ്രത്യേകതകളും മെയ് ദിനത്തിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ടാക്കി, ഒരു സ്ക്രിപ്റ്റ് എഴുതുമായിരുന്നു. കടലാസിൽ എഴുതിയിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട്, സുഹൃത്ത് ഇടയ്ക്ക് കാണാൻ വരുന്ന സുഹൃത്തുക്കളുണ്ട് നമ്മുടെ, എപ്പോഴും ഞാൻ അവശനാണ്, വീട്ടുകാരറിയാതെ ഈ സാധനം ഞാൻ എഴുതുന്നത് വേറെ കുഴപ്പമില്ല, എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ ഒരു കടലാസിൽ എഴുതി ഒരു ചെറിയ ഒരു 5 മിനിറ്റിന് താഴെയുള്ള ഒരു സ്ക്രിപ്റ്റ് എഴുതി ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് കൊടുത്തയച്ചു. അദ്ദേഹം കൊണ്ടുവന്ന് ഒരു സ്റ്റുഡിയോയിൽ കൊടുത്തു. അപ്പോൾ സ്റ്റുഡിയോയിൽ ഹയർ ചെയ്ത് അവരത് മെയ് ദിന സന്ദേശം എന്ന് പറഞ്ഞിട്ട് പബ്ലിഷ് ചെയ്തു. ഞാൻ എന്നിട്ട് അത് എൻ്റെ സുഹൃത്തുക്കൾക്കെല്ലാം അയച്ചു കൊടുത്തു. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ട്രാജഡി എന്ന് പറഞ്ഞത്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവർക്കെല്ലാം എല്ലാവരും ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് തംസപ്പ് കാണിച്ചിട്ടുണ്ട്. പക്ഷെ വീഡിയോ കാണാൻ തംസപ്പ് മാത്രമേ ഉള്ളായിരുന്നു. കാരണം തംസപ്പ് ഏകദേശം ഒരു 10-500 തംസപ്പ് വന്നു. പക്ഷെ വീഡിയോ കണ്ടത് 40-ൽ താഴെ ആൾക്കാരാണ്. ഇവരൊക്കെ അവർ ഒരു തമാശയായിട്ട് തോന്നിക്കാണും, തംസപ്പ് തന്നായിരിക്കും, അവരാരും കണ്ടു കാണുന്നില്ല. 10-40 ആൾക്കാർ മാത്രമേ അത് കണ്ടുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് അത് താൽക്കാലികമായിട്ട് നിർത്തി. ഞാൻ ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ 1 ആഴ്ച കൊണ്ട് ആ യൂട്യൂബ് അവിടെ നിന്നു. അപ്പോ പേര് മണിടെക് മീഡിയ എന്നായിരുന്നു പേര്. കാരണം അതിന് ഒരു കാരണമുണ്ട്. മണിടെക് മീഡിയ എന്ന് തുടങ്ങാൻ കാര്യം, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിപ്പിക്കുന്ന യൂട്യൂബാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ അതിനാണ് ഈ മണിടെക്. ഞാൻ ഷെയർ മാർക്കറ്റിൽ 90 മുതൽ ഇൻവെസ്റ്ററും ട്രേഡറും ഒക്കെ ആയിരുന്നു. പക്ഷേ അതിനകത്ത് ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശിച്ചിട്ടാണ്. എങ്കിലും എനിക്ക് ആദ്യം അറിയാവുന്ന മെയ് ദിനം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് പരാജയപ്പെട്ടു. അങ്ങനെ താൽക്കാലികമായിട്ട് നിർത്തിയിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഷെയർ മാർക്കറ്റും ഫിനാൻസും സംബന്ധമായിട്ട് 1-2 വീഡിയോ ഒക്കെ ഇട്ടു. അത് എന്നെക്കാൾ കൂടുതൽ ആ ഫീൽഡിൽ അറിയാവുന്നവരുള്ളതുകൊണ്ട് അവർ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് എൻ്റെ വീഡിയോ അവിടെയും കണ്ടില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് ലൈബ്രറിയിൽ പോയി ഒരു പുസ്തകം എടുത്തു. ഒരു ഇംഗ്ലീഷ് പുസ്തകമാണ്, പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ്. അതാണ് വഴിത്തിരിവായി വന്നത്. ഞാൻ ആൽക്കമിസ്റ്റ് ഇംഗ്ലീഷ് പുസ്തകം വായിച്ചിട്ട് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം വെച്ചിട്ട് ഒരു എപ്പിസോഡ് ചെയ്തു. ആ കഥയും ഞാൻ മനസ്സിലാക്കിയത് ഒരു മോട്ടിവേഷനായിട്ട് ഒരു എപ്പിസോഡ് എടുത്ത് എഴുതിയിട്ട് ഞാൻ നേരെ സ്റ്റുഡിയോ കൊടുത്തു. സ്റ്റുഡിയോ നല്ല സൗണ്ട് ആയിരുന്നു, എൻ്റെ സൗണ്ട് അല്ല, കാരണം ഞാൻ അവശനായി കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നല്ല സൗണ്ട് കൊടുത്തു, നല്ല എഡിറ്റിംഗ് ആയിരുന്നു. അത് അപ്ലോഡ് ചെയ്തു. ആദ്യത്തെ ദിവസം ഏകദേശം 6-7 പേരെ കണ്ടുള്ളൂ. രണ്ടാമത്തെ ദിവസവും ഒരു 10 താഴെ കണ്ടുള്ളൂ. ഒരാഴ്ച കൊണ്ട് ഏകദേശം 50 താഴെ ആൾക്കാരെ കണ്ടുള്ളൂ. അപ്പൊ അതോടുകൂടി ഞാൻ ഇതങ്ങ് നിർത്തിയതാണ്. പിന്നെ മൊബൈൽ നോക്കാതായി. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം, അതായത് ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ എടുത്തു നോക്കിയപ്പോൾ എന്താണ് 25,000 വ്യൂസ്, 25,000 വ്യൂസ് വന്നു. പിന്നെ 2,000-ലധികം സബ്സ്ക്രൈബേഴ്സ്, ഒരു
100-ലധികം കമൻ്റ് ഉണ്ട്. സാർ അടുത്ത ഭാഗം ഇവിടെ, അടുത്ത ഭാഗം ഇവിടെ, സാർ എന്ത് ചെയ്യുന്നു, ഇതിവിടെ ഞങ്ങൾ കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഒരു കമൻറ്റ്. അത് എനിക്കൊരു വലിയ ഒരു പ്രചോദനമാണ്. അങ്ങനെ ആൽക്കമിസ്റ്റ് പിന്നെ 2ാം ഭാഗം ഇറക്കി, 3ാം ഭാഗം, അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ട്. കാരണം ആൽക്കമിസ്റ്റിൻ്റെ കഥ അല്ല, കഥയും ഉണ്ട്, അതോടൊപ്പം തന്നെ അതിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങളും കൂടി ഉൾപ്പെടുത്തിയാണ് അത് വന്നത്. അതുകൊണ്ടാണ് അതിന് വിജയം വന്നത്. കാരണം ആൽക്കമിസ്റ്റ് എന്നുള്ള പുസ്തകം എല്ലാവർക്കും വായിക്കാം. പക്ഷെ ആ പുസ്തകം ഞാൻ എങ്ങനെ ഉൾക്കൊണ്ടു, ഞാൻ പഠിച്ച പാഠവും കൂടെ ചേർത്ത് കഥയും കൂടെ ചേർത്ത് ഒരു പുതിയ ഒരു സീരിയൽ മോഡൽ ഇറക്കിയപ്പം അത് വലിയ സക്സസ് ആയി. അത് 13 എപ്പിസോഡ് തീർന്നപ്പോഴത്തേക്ക് എൻ്റെ മോണിറ്റൈസേഷൻ ആയി. അപ്പം അങ്ങനെ ഉള്ളൊരു യാത്രയാണ്. പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഓക്കെ സർ. ഒരുപാട് പേര് സാർ ഇത് പറയുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് തന്നെ പേഴ്സണലി പരിചയമുള്ള ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഉണ്ട് സർ. അതായത് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ബിസിനസ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു 1000-ലധികം പേരെങ്കിലും എന്റെ പരിചയത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത് പറയുന്ന സമയത്ത് അയ്യോ ഞാൻ വീഡിയോ ചെയ്യുകയോ, ഞാൻ ഓണായിട്ട് വീഡിയോ ചെയ്യുക, അതൊക്കെ ആളുകൾ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ചെയ്യാൻ തന്നെ ഒരു മടിയാണ്. അവരുടെ ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് ഇവര് വീഡിയോ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഇവർക്ക് അത് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇതിലുള്ളത് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവരോട് സാർക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ബിസിനസ് ഓണേഴ്സ് മാത്രമല്ല സാധാരണക്കാരോടും പറയുന്നതാണ്. ഉദ്യോഗസ്ഥനാണെങ്കിലും ഏത് ഫീൽഡിൽ നിൽക്കുന്നവനാണെങ്കിലും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത് മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ കണക്കാക്കുന്നില്ല. മറ്റുള്ളവർ പലതും പറഞ്ഞുകൊള്ളും, പക്ഷെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ അപ്രിസിയേഷൻ. അപ്പം നമ്മൾ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നത് മാറ്റിവെക്കുക. അത് നോ ബോധേഡ്, നമ്മൾ ബോധേഡാവരുത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിലും പലരും പറയാറുണ്ട്, കഴിഞ്ഞ വർഷം നല്ല ബിസിനസ്സായിരുന്നു, ഇല്ല എൻ്റെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നല്ല ബിസിനസ്സായിരുന്നു, ഇപ്പോൾ അത് ശരിയാവുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, യു മസ്റ്റ് അൺലേൺ വാട്ട് യു ലേൺഡ് ആൻഡ് റീസ്റ്റാർട്ട് ടു ലേൺ. അതായത് നമ്മൾ എന്ത് പഠിച്ചോ അതങ്ങ് മറന്നേക്കുക, അൺലേൺ ചെയ്യുക, എന്നിട്ട് പുതിയത് പഠിക്കുക. നിങ്ങൾക്ക് ഇപ്പോഴെന്താണ് ആവശ്യം അത് പഠിക്കുക. ഞാനും ചെയ്തതാണ്. ഞാൻ ഡിഗ്രിക്ക് കെമിസ്ട്രി പഠിച്ച ഒരാളാണ്. ഞാൻ അവസാനം കെമിസ്ട്രി ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ലേബർ ഡിപ്പാർട്ട്മെന്റാണ് പോയത്. അതിന് പറ്റിയ സംഗതികൾ ജോലി കിട്ടാൻ വേണ്ടി അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചു. ഞാൻ അവിടെ പോയി ടെസ്റ്റ് എഴുതി, മുകളിലോട്ട് പോയി ജില്ലാ ലേബർ ഓഫീസറായി. അവിടെ നിന്ന് റിട്ടയർഡായി വന്നു. ഷെയർ മാർക്കറ്റിന് വേണ്ടി കുറേ കാര്യങ്ങൾ പഠിച്ചു. അവിടെ സക്സസ് ആവാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് യൂട്യൂബിലേക്ക് പോയപ്പോൾ പിന്നീട് ഞാൻ അതുവരെ ഉള്ളതെല്ലാം മറന്നു. ഞാൻ ലേബർ ഓഫീസറാണെന്നുള്ള കാര്യം മറന്നു, കെമിസ്ട്രി ആണ് പഠിച്ചതെന്ന് മറന്നു. യൂട്യൂബിൽ എന്ത് ചെയ്യാൻ പറ്റും അതുവരെ ഉള്ളതെല്ലാം മറന്നിട്ട് യൂട്യൂബിൻ്റെ അൽഗോരിതം എങ്ങനെ വർക്ക് ചെയ്യുന്നു, യൂട്യൂബിൽ ഏതാണ് സക്സസ് ആവുന്നത്, ഇത് പഠിച്ചു. അപ്പോൾ ഞാൻ ചെയ്താണ് അൺലേൺ. യു മസ്റ്റ് അൺലേൺ വാട്ട് യു ലേൺഡ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറക്കണം. റീസ്റ്റാർട്ട് ടു ലേൺ. നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ആവശ്യം, നിങ്ങളുടെ ഈ ഫീൽഡിൽ എന്താണ് ആവശ്യം, അത് പഠിക്കുക, മുന്നോട്ട് പോവുക. ഇതാണ് ബിസിനസ് ഓണേഴ്സും ജീവിതത്തിൽ വിജയിക്കേണ്ടവരും എല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം കാലഘട്ടം അതിവേഗത്തിൽ പോവുകയാണ്. നിങ്ങൾ ഇന്നത്തെ നിലയിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ ഓടണം. അപ്പം അടുത്ത സ്റ്റെപ്പ് പോകണമെങ്കിൽ എവിടെ പോകണം? ഇന്നത്തെ നിലയിൽ നിങ്ങൾ നിൽക്കണമെങ്കിൽ തന്നെ ഓടണം. അപ്പൊ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് പോകണമെങ്കിൽ നിങ്ങൾ സൂപ്പറായിട്ട് ഓടണം. അപ്പൊ അങ്ങനെ നമ്മൾ ഈ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലഘട്ടം അനുസരിച്ച്, കാലഘട്ടം ആവശ്യപ്പെടുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിക്കണം. നിങ്ങളുടെ ബിസിനസ്സിനെ സോഷ്യൽ മീഡിയ വഴി പ്രൊമോട്ട് ചെയ്യണം. ഇന്ന് സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഓൺലൈൻ വ്യാപാരം, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇതൊക്കെ പഠിക്കണം. എനിക്ക് വളരെ ഇഷ്ടം അക്ഷയോട് തോന്നാൻ കാര്യം അക്ഷയ കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനും അത് തന്നെ ഇപ്പം പഠിപ്പിക്കുന്നുണ്ട്. ഞാനും യൂട്യൂബ് അൽഗോരിതം പഠിപ്പിക്കുന്നുണ്ട്, യൂട്യൂബിൻ്റെ ഒപ്റ്റിമൈസേഷൻ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്, അക്ഷയ ക്ലാസ് എടുക്കുന്നുണ്ട്, നമ്മളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പരസ്പരം സഹകരിക്കണം. അതും കൂടെ ആണ് അടുത്ത ഘടകം. ഇനിയത്തെ കാലത്ത് ഒരു മനുഷ്യന് ഒറ്റയ്ക്ക് നിന്നാൽ അവൻ വാനിഷ്ഡായി പോകും. നമ്മളുമായിട്ട് സഹകരിക്കുന്ന ആൾക്കാരുമായിട്ട്, നമ്മൾക്ക് വേണ്ട ആൾക്കാർ, നമ്മളുടെ ഉയർച്ചയ്ക്ക് വേണ്ട ആൾക്കാരുമായിട്ട്. അപ്പോൾ അവരും ഉയരണം, നമ്മളും ഉയരണം. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യാം. നമ്മളുമായിട്ട് സമാന മനസ്ഥിതി ഉള്ളവരെ കണ്ടെത്തുക. നമ്മൾ ഇപ്പോൾ ഏത് ഫീൽഡിലാണോ ആ ഫീൽഡിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരുമായിട്ട് കൈകോർക്കുക, മുന്നോട്ട് പോവുക. അല്ലാതെ ബിസിനസ്സിൽ ഞാൻ മാത്രം മതി എന്ന ചിന്താഗതി മാറിയിട്ട് ഞാനും വളരണം അവനും വളരണം, രണ്ടു കൂട്ടിനും ഒരുമിച്ച് വളരണമെന്നുള്ള മനസ്ഥിതി മാറണം. ആ രീതിയിൽ നമ്മുടെ മൈൻഡിനെ സെറ്റപ്പ് ചെയ്യണം. നമ്മൾ എല്ലാവർക്കും രക്ഷപ്പെടാം, എല്ലാവർക്കും വളരാം. സാർ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് യൂട്യൂബ് ചാനൽ.
പിന്നീട് അതിൽ നിന്ന് സാർ ഒരുപാട് കോഴ്സുകൾ സെല്ല് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നല്ല രീതിയിൽ ഒരു മണി ജനറേഷൻ എന്നുള്ളത് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ യൂട്യൂബ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവുക നിങ്ങൾ ഇതിൽ നിന്ന് എത്ര പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതായിരിക്കും. അപ്പൊ അത് എങ്ങനെയാണ് സാർ? സാർ ഇപ്പോ നിലവിൽ എത്ര യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നുണ്ട്? അതിൽ നിന്ന് എത്രത്തോളം മണി ജനറേഷൻ ചെയ്തിട്ടുണ്ട്? ഞാൻ കഥ പറയുകയാണെങ്കിൽ, അതായത് ഞാൻ ആദ്യം മണിടെക് മീഡിയ മോട്ടിവേഷൻ പ്ലസ് എന്ന യൂട്യൂബ് ചാനലാണ് ആദ്യം തുടങ്ങിയത്. അപ്പൊ അത് ഇങ്ങനെ സക്സസ് ആയി പോകുന്ന സമയത്ത് ഒരു പുതിയ ചാനൽ കൂടെ തുടങ്ങി, മോട്ടിവേഷൻ സ്കൂളിൽ. അത് ചെറിയ വീഡിയോകൾക്ക് വേണ്ടി, അതായത് ഏകദേശം 4 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഉള്ള കോഴ്സുകൾ, മോട്ടിവേഷൻ കോഴ്സുകൾക്ക് വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അത് ഏകദേശം 40,000-ന് പരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു റീസെൻ്റ് ആയിട്ട് ഞാൻ വെൽത്ത് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് വലിയ വീഡിയോകൾ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഏകദേശം 1200 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. പക്ഷേ എങ്കിലും അത് മോണിറ്റൈസേഷൻ ആയി, അത് അങ്ങനെ പോവുകയാണ്. പക്ഷെ ഞാൻ ഇതിന് ഈ കിട്ടുന്ന പൈസയിൽ ഒരു 70% മറ്റുള്ളവർക്കാണ് കൊടുക്കേണ്ടത്. കാരണം എനിക്ക് ചുറ്റും ഒരു ടീമുണ്ട്. ഇതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റില്ല. വയസ്സ് ഇപ്പോൾ എനിക്ക് ഏകദേശം 64 വയസ്സായി. 63 വയസ്സ് കഴിഞ്ഞ് 64 വയസ്സുള്ള ഒരാൾക്ക് ഇതെല്ലാം കൂടെ ഈ 3 ചാനലും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് ചുറ്റും ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടീമിനെ പ്രചോദിപ്പിച്ചാൽ മാത്രം മതി. അതോടൊപ്പം തന്നെ അവർക്ക് എനിക്ക് കിട്ടുന്ന സാലറിയിലും എനിക്ക് കിട്ടുന്ന വരുമാനം ഒരു പങ്ക് അവർക്ക് വേണ്ടി കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെ ഇത് കൂടാതെ ഇനി കുറേ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ യൂട്യൂബ് കണ്ട് ആൾക്കാർ നമ്മൾക്കടുത്ത് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടോ ചോദിക്കുന്നവരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ പെട്ടിട്ടുണ്ട്. അപ്പം അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ കേരളത്തിൽ, എനിക്ക് തോന്നുന്നത് ഏകദേശം 200ഓളം ക്ലാസ്സുകൾ ഓൺലൈനായിട്ട്. കോവിഡ് കാലം എല്ലാവർക്കും മോശമായിരുന്നെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടം ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് സൂം പഠിച്ചത്. അതുവരെ എനിക്ക് സൂം ആപ്ലിക്കേഷൻ അറിയില്ല. ആ സൂം പഠിച്ചു, സൗജന്യമായിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തി. അത് കഴിഞ്ഞിട്ട് ചെറിയ 100 രൂപയും 150 രൂപ 200 രൂപയൊക്കെ വെച്ച് വാങ്ങിച്ചിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങി. ഇപ്പോൾ വിവിധ തരത്തിൽ നമ്മൾ എല്ലാ കോഴ്സുകളും ഉണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചാറ്റ് GPT ഉണ്ട്, ഇത് AI ടൂൾസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ വളരാമെന്നുള്ളതുണ്ട്, യൂട്യൂബ് അൽഗോരിതം ഉണ്ട്, പിന്നെ യൂട്യൂബ് ഒപ്റ്റിമൈസേഷൻ ഉണ്ട്, ഫേസ്ബുക്ക്. നല്ലൊരു ടീമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കകത്തും ഏറ്റവും വിദഗ്ധരായ ആൾക്കാർ, കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും വിദഗ്ധരായ ആൾക്കാർ ഓരോ ഫീൽഡിലും അനുഭവജ്ഞാനമുള്ള ആൾക്കാരെ വെച്ചിട്ട്. ഇപ്പം യൂട്യൂബിനെ കുറിച്ച് പറയാനെടുക്കുമ്പോൾ നമ്മൾ പിന്നെ അക്ഷയ എടുക്കും. കാരണം അക്ഷയ് സ്വന്തം അനുഭവങ്ങളിൽ നിന്നാണ് പറയുന്നത്. അല്ലാതെ 1000-ൽ താഴെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ആളിനെ എടുത്തിട്ട് എൻ്റെ യൂട്യൂബ് പഠിപ്പിച്ചാൽ അവൻ തന്നെ പരാജയപ്പെട്ടിരിക്കുകയാണ്. അവൻ നാട്ടുകാർക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ലോകത്ത് വിജയിച്ച ആൾക്കാർ, അപ്പോൾ ഓരോ ഫീൽഡിലും എക്സ്പേർട്ടായിട്ട് അനുഭവത്തിലൂടെ വിജയിച്ചവർ അവരുടെ അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് എൻ്റെ ക്ലാസ്സുകളൊക്കെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്ലാസ്സുകൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഓക്കെ സർ, നമ്മള് ചോദിച്ച ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. അതായത് സാറ് ഇതിൽ നിന്ന് ഇപ്പൊ യൂട്യൂബിൽ നിന്നാണെങ്കിലും കോഴ്സുകളിൽ, കാരണം ആളുകൾക്ക് അറിയാൻ ഇതൊക്കെ ആയിരിക്കും താല്പര്യം, സാറ് ഇതിൽ നിന്ന് ഓവറോൾ എന്ത് എമൗണ്ട് ആയിരിക്കും ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവുക? അതായത് ഇത് കാലഘട്ടം അനുസരിച്ച് മാറും. യൂട്യൂബിൽ എല്ലാവർക്കും വിചാരിക്കുന്ന ഒരേപോലാണ് യൂട്യൂബിൽ വരുമാനം. എനിക്ക് 1 ലക്ഷത്തിന് അടുപ്പിച്ച് വരുമാനം ഉണ്ടായ സമയമുണ്ട്, അതിൽ താഴെ വരുമാനം ഉണ്ടായ സമയമുണ്ട്. ആവറേജ് 1 ലക്ഷം രൂപ എനിക്ക് വരുമാനം വരികയാണെങ്കിൽ സാധാരണഗതിയിൽ അതാണ് വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഓഫീസുണ്ട്, ഓഫീസ് വാടക, പിന്നെ സ്റ്റാഫിന് വാടക, പിന്നെ ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള വാട്ടർ വർക്ക്സ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു 10-15,000 രൂപ കിട്ടും മാക്സിമം. പക്ഷെ ഏകദേശം 1 ലാഖ്സിന് അടുപ്പിച്ച് വരുമാനം ഉണ്ടാവും. വരുമാനം വരും. അത് ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട്, ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ പേർക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇൻകം ടാക്സിലെ സ്റ്റേറ്റ്മെന്റ് എഴുതുന്ന CA-കാരൻ മുതൽ സാധാരണ എൻ്റെ യൂട്യൂബിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ അതിന്റെ ഗുണമുണ്ട്. സാർ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സാറിന്റെ ലൈഫിൽ ഇത് കാരണം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്നുള്ളത് എന്തായിരുന്നു? ഏറ്റവും വലിയ ബെനിഫിറ്റ്, എനിക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കാൻ സാധിച്ചു. ഞാൻ യൂട്യൂബിന് വേണ്ടിയാണ് പല കാര്യങ്ങളും പഠിച്ചത്. ഞാൻ അങ്ങനെ പഠിച്ച കാര്യങ്ങൾ വെച്ചാണ് ഞാൻ ചാണക്യൻ എന്ന സീരിയലായിട്ട് ഒരെണ്ണം യൂട്യൂബിൽ, മലയാളികളുടെ ചാണക്യൻ, അതാണ്. അങ്ങനെ അത് വെച്ചിട്ട് പുസ്തകം, ആ ചാണക്യൻ ഞാൻ യൂട്യൂബിലിട്ട കാര്യങ്ങൾ കുറച്ചുകൂടി വിപുലീകരിച്ച് പുസ്തകം ഇറക്കി. അത് പിന്നെ DC ബുക്സിന്, എൻ്റെ ആദ്യത്തെ പുസ്തകം പബ്ലിഷ് ചെയ്ത DC ബുക്സാണ്. അതിപ്പം 3ാമത്തെ പതിപ്പ് ഇറങ്ങാൻ പോകുന്നു. 2 പതിപ്പ് വളരെ രീതിയിൽ പെട്ടെന്ന് തന്നെ വിറ്റഴിഞ്ഞു. 1 വർഷം കൊണ്ട് 2 പതിപ്പ് വിറ്റഴിഞ്ഞു. 3ാമത്തെ പതിപ്പ്. അപ്പം എനിക്ക് അറിവ് കിട്ടി.
ഇപ്പം ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കാത്ത ഒരാൾക്ക് എന്താണ് മോട്ടിവേഷൻ എന്ന് ലേറ്റസ്റ്റ് കാര്യങ്ങൾ ഞാൻ ക്ലാസ് നടത്തിയപ്പോൾ അതിൽ നിന്ന് ആൾക്കാർ മനസ്സിലായി. ഒരുപാട് ഞാൻ മെഡിറ്റേഷൻ പണ്ട് അറിയില്ലായിരുന്നു. മെഡിറ്റേഷന് വേണ്ടി ഞാൻ ക്ലാസ് നടത്തിയപ്പോൾ എനിക്ക് പൈസ മുടക്കാതെ അതോടൊപ്പം നിന്നുകൊണ്ട് പഠിക്കാൻ പറ്റി. ഞാൻ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് ക്ലാസ് നടത്തിയപ്പോൾ അക്ഷയ പോലുള്ളവരൊക്കെ വന്ന് ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ചാറ്റ് GPT ഒക്കെ ഈ പ്രായത്തിൽ, എൻ്റെ പ്രായത്തിലുള്ള എത്ര പേർക്ക് അറിയുമെന്ന് അറിയത്തില്ല. ഞാൻ ചാറ്റ് GPTയുടെ കോഴ്സ് നടത്തുകൊണ്ടാണ് അറിയുന്നവരെ ഇന്ന് അത് മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് ഒരുപാട് കാര്യം ലോകത്തിൽ അനുദിനം ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ ഇവിടെ ഇതുപോലെ പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ സന്ദർശിക്കാൻ കഴിഞ്ഞു. പിന്നെ ഒരുപാട് ആൾക്കാരുടെ യോഗങ്ങളിൽ പലയിടത്തും പങ്കെടുക്കാൻ കഴിഞ്ഞു. സ്കൂളുകളിൽ, കോളേജുകളിൽ, പിന്നെ അതുപോലെ ക്ലബ്ബുകളിൽ ഒക്കെ ആളുകള് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അതൊരു വലിയ സംഭവമാണ്. അതായത് നിങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുക. അതായത് ഞാൻ എല്ലാവരെയും പോലെ എനിക്കും മുന്നിൽ വരാനൊരു മടിയായിരുന്നു. ഞാനൊരു ജില്ലാ ലേബർ ഓഫീസറായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ മുന്നിൽ വരും, ഈ ആൾക്കാരെന്ത് വിചാരിക്കും, ആൾക്കാർ നെഗറ്റീവ് കമൻറ്റ് പറയത്തില്ല എന്നൊക്കെ, ഈ വയസ്സിന് വേറെ പണിയില്ല എന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ ഏറ്റവും നല്ല ശബ്ദമുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചു, ഏറ്റവും നല്ല എഡിറ്റർമാരെ കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു ഹയർ ചെയ്താണ് ഈ യൂട്യൂബ് വളർത്തിയത്. പക്ഷെ പിന്നീട് വന്ന സമയത്ത് എൻ്റെ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ പോയി. എല്ലാവരും അറിയേണ്ടതാണ്, ഏത് ബിസിനസ് എന്ന് പറഞ്ഞ പോലെ ഏത് സംഗതിയിലും പ്രതിസന്ധികളുണ്ട്. എല്ലാം പോയി. അതുവരെ നിന്ന എല്ലാ സംഗതികളും പോയി. അത് എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങൾ അപ്രതീക്ഷിച്ചായിരിക്കും. ഒരു ദിവസം വൈകിട്ട് വന്ന മെസ്സേജ് വന്നു, നിങ്ങളുടെ റീയൂസ്ഡ് കണ്ടന്റ്, നിങ്ങളുടെ യൂട്യൂബ് ഇത് മോണിറ്റൈസേഷൻ പോയി. എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരു 6 മാസം ഇത് ആദ്യം 3 മാസം ആദ്യം അപ്പീൽ കൊടുത്തു, അവർ സമ്മതിച്ചില്ല. രണ്ടാമത്തെ അപ്പീൽ കൊടുത്തു. അങ്ങനെ കുറേ വീഡിയോകൾ ഒരുപാടെണ്ണം ഡിലീറ്റ് ചെയ്തു. ഏകദേശം 150ഓളം വീഡിയോകൾ ഡിലീറ്റ് ചെയ്തു. എന്നിട്ടും പറ്റിയില്ല. അവസാനം അങ്ങനെ കുറേ മാറ്റങ്ങൾ വരുത്തി 6 മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വീണ്ടും മോണിറ്റൈസേഷൻ തിരിച്ച് കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ട്. ഈ മോണിറ്റൈസേഷൻ ഇല്ലാത്ത സമയത്ത് ഈ സ്റ്റുഡിയോയിൽ പൈസ കൊടുക്കുന്നത് നഷ്ടമായി വന്നു. കാരണം അവർക്ക് എങ്ങനെ പൈസ കൊടുക്കുക, എനിക്ക് വരുമാനം വരാതെ കൊടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഞാൻ എന്നെ തന്നെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തു, അല്ല ലൈവ് ചെയ്തു. ഇതൊക്കെ ജനങ്ങൾ സ്വീകരിച്ചു. ഇപ്പം നേരത്തെ എന്നെ അറിയില്ലായിരുന്നു, എൻ്റെ പേരറിയാം. പിന്നെ കോട്ടുമൊക്കെ ഇട്ട ഒരു ഫോട്ടോ ഉണ്ടാവും. ഈ ഫോട്ടോ കണ്ടിട്ടാണ് പലരും, അത് എല്ലാ വീഡിയോ കാണത്തില്ല, ചില വീഡിയോയിലൊക്കെ നസീർ ഖാൻ സാഹിബ് റിട്ടയർഡ് ജില്ലാ ലേബർ ഓഫീസർ എന്ന് പലർക്കും അറിയാം. പക്ഷേ എന്നെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പം ഫോട്ടോയിൽ കാണുന്നത് നേരിട്ട് കാണുന്നത് നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ടാവും. പറയുകയാണ്, ഓരോ പ്രതിസന്ധികളാണ് നമ്മളെ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിസന്ധികൾ അവസരങ്ങളാണ്. ഓർത്തിരിക്കണം, ഓരോ പ്രതിസന്ധികളിൽ ഓരോ അവസരമുണ്ട്. ഇപ്പോൾ എന്നെ എല്ലാവർക്കും അറിയാം. ഒരുപാട് പേർക്ക്, എല്ലാവർക്കും എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് പേർക്ക് എൻ്റെ പ്രേക്ഷകർക്ക് അറിയാം. ഇപ്പോൾ തന്നെ ഈ നമ്മുടെ അക്ഷയ് ഒരുപാട് പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്ന് നമുക്കൊരു ഇൻ്റർവ്യൂ നടത്താമെന്ന്. പക്ഷെ എനിക്കതൊന്നും മുന്നിൽ വരാൻ തയ്യാറില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ മുന്നിൽ വരാൻ എനിക്ക് ധൈര്യമായി. കാരണം മോണിറ്റൈസേഷൻ പോയപ്പോൾ എനിക്ക് വേറെ നിവൃത്തിയില്ലാതെ ഞാൻ മുന്നോട്ട് വന്നു. അപ്പം ഓരോ പ്രതിസന്ധിയിലും ഓരോ അവസരമുണ്ട്. ആ അവസരം ഉപയോഗിക്കുക, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും.